ഗായ്സ്, എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ വ്ലോഗ് എന്ന ചാനലിലേക്ക് ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും വേഗം അടിച്ച് പൊട്ടിച്ചേ. നമുക്കിന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാം. അത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മളിന്ന് ഫുള്ളായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. ചെറിയ ഇതൊക്കെയാണ്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ആദ്യം 1 × 9, അത് 9 തന്നെ. എന്താ 1 × 9 9 തന്നെയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ 1 × 9 9 തന്നെ. പക്ഷെ ഇവിടെ എന്താക്കുന്നതാണ്, ടെൻസിൻ്റെ അവിടെ കൂടിക്കൂടിയും വൺസിൻ്റെ അവിടെ കുറഞ്ഞുമാണ് വരുന്നത്. അതായത് 1 × 9 = 9. അപ്പോൾ 2 × 9 = 80. കാരണം എന്താണ്, അതായത് 1 × 9 = 9. അപ്പോൾ വൺസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരെണ്ണം കുറഞ്ഞപ്പോൾ അത് 8 ആയി. പിന്നെ ടെൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരെണ്ണം കൂടി, അപ്പോൾ അത് 10 ആയി. അങ്ങനെ 80 ആയി. പിന്നെ 27 ആയി. കാരണം എന്താ, വൺസിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് കുറഞ്ഞു, ഒന്ന് കൂടുകയും ചെയ്തു ടെൻസിൻ്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ അത് 27 ആൻസർ കിട്ടി. അപ്പോൾ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. വെറുതെ ഒന്ന് നിങ്ങളെ മനസ്സ് വെച്ച എല്ലാം നടക്കും. അപ്പോൾ മനസ്സ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പരീക്ഷ വന്നേക്കാം. അന്നേരം ഇങ്ങനത്തെ ചെറിയ പരീക്ഷയൊക്കെ ചിലവർക്കൊക്കെ വരും. 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ അവർക്ക് വരും, 3ലൊക്കെ വരും. അന്നേരം അവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഈ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. കുറേ പേർക്കൊക്കെ അത് വളരെ പാടായിരിക്കും. അപ്പം വളരെ സിമ്പിളാണ് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നതിനെക്കാട്ടും സിമ്പിളാണ്. 5ൻ്റെ ആണെങ്കിൽ 5, 10, 15, 20 അങ്ങനെ പോയാൽ പോരെ. അതുപോലെ സിമ്പിൾ. ഇവിടെ ടെൻസിൻ്റെ ഭാഗത്തൊന്ന് ഇൻക്രീസ് ആയി വരികയാണ്, വൺസിൻ്റെ ഭാഗത്തൊന്ന് കുറഞ്ഞു വരികയാണ്. അങ്ങനെ 10 × 9 90. കാരണം എന്താണ്, ഇവിടെ 9 8 വൺസ് കുറഞ്ഞു, 7 വൺസ് കുറഞ്ഞു, 6 വൺസ് കുറഞ്ഞു, 5 വൺസ് കുറഞ്ഞു, 4 വൺസ് കുറഞ്ഞു, 3 വൺസ് കുറഞ്ഞു, 2 വൺസ് കുറഞ്ഞു, 1 വൺസ് കുറഞ്ഞു, പിന്നെ 0. ഇപ്പത്താണെങ്കിലോ ഇൻക്രീസ് ആയി വന്നു. 1 കൂടി, 2 3 4 5 6 7 8 9. അങ്ങനെ നന്നായിട്ടിത് ഏറ്റവും സിമ്പിളായിട്ടിത് പഠിക്കാൻ കഴിയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് 9ൻ്റെത്. 9ൻ്റെതൊക്കെ ആണെങ്കിൽ ആർക്കും ആലോചിക്കൊന്നും വേണ്ട, പഠിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക, ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, 8ൻ്റെതാണ് കേട്ടോ. അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ൻ്റെയാണ്. 8ൻ്റെ ഇൻറ്റു ആണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് പഠിക്കുക, കാരണം 8ഉം ബാക്കി എല്ലാം വളരെ പാടാണ്. ഇവിടെ 9ഉം 5ഉം അങ്ങനത്തെ പോലെ ഒന്നുമല്ല, കുറച്ച് പാടുള്ളതാണ് 8ഉം അങ്ങനത്തെ ഒക്കെ. അപ്പോൾ 1 × 8 8. അപ്പോൾ 1 × 8 8 ആണ്, ഒരു മാറ്റമില്ല. 1 × 1 8. 2 × 8 = 60. 16. നിങ്ങൾ മനപ്പാടമാക്കി വെച്ചോളുക. 2 × 8 = 60. 3 × 8 = 24. നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പട്ടിക മൊത്തം തരികയാണെങ്കിൽ നിങ്ങൾ അത് എണ്ണി ആലോചിച്ച് എഴുതുമ്പോഴത്തേക്ക് എക്സാം ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളിത് മനപ്പാടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് എഴുതി വെക്കുക. അത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ 3 × 8 = 32. 32. 32 ആണ് വരിക. 5 × 8 = 40. 40. 6 × 8 = 48.
40 8 കൂട്ടിയാൽ 48. അങ്ങനെ 48 വരും ആൻസർ. അപ്പോൾ 7 × 8 ഈസ് ഈക്വൽ ടു 56. 56. 56 ആണ് 7 × 8 ആൻസർ. 8 × 8 ആൻസർ ആണ് 64. 64. 64ഉം 72 ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. താഴെ എണ്ണുകയാണ്. ചിലവരൊക്കെ താഴെ എണ്ണി അങ്ങ് പോകും. അങ്ങനെ കണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ താഴെ എണ്ണുമ്പോൾ 10 × 8 ഈസ് ഈക്വൽ ടു 80. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് കുറേ സമയം പോകും. അപ്പോൾ എല്ലാവരും എഴുതി വെക്കുവോ, മനപ്പാടാക്കുവോ? പെട്ടെന്ന് പഠിക്കുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കി മനപ്പാടാക്കുക. പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്തവർ എഴുതി വെക്കുക. എന്നിട്ട് പതിയെ പഠിക്കുക. ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 8 × 8 64. മൊത്തം 64. നമ്മളത് പഠിച്ചതാണ്. 9 × 8 ഈസ് ഈക്വൽ ടു 72. 72. അതെല്ലാവർക്കും അറിയാം. 10 × 8 ഈസ് ഈക്വൽ ടു 80. അതും എല്ലാവർക്കും അറിയാം. 80. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്നേലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ന്റെ ആണ്. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ അപ്പോൾ സിമ്പിളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ 9 ആണ് പരീക്ഷയ്ക്ക് കൂടുതൽ വരിക. ഞാനൊക്കെ 3ാം ക്ലാസ്സിലൊക്കെ 9 ആയിരുന്നു വന്നത്. അപ്പോൾ എല്ലാ മൾട്ടിപ്ലിക്കേഷനും ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും മേളിൽ നിന്ന് പുറകോട്ടേക്ക്. 10ന്റെ ഒന്നും പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. 10 20 അതൊരു സിമ്പിളാണ്. അതുകൊണ്ട് പിന്നെ ഇനി 7ന്റെ പഠിക്കാം. എല്ലാവരും നോട്ട് എടുത്ത് എഴുതാൻ വേണ്ടി തയ്യാറായിക്കൊള്ളുക. നിങ്ങൾക്ക് എഴുതാൻ താമസം വരുമെങ്കിൽ ഞാൻ പതിയെ ഇതാക്കാം. 1 × 7 ഈസ് ഈക്വൽ ടു 7. ഞാനിങ്ങനെ പറയുമ്പോൾ 7 അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എഴുതുമായിരിക്കും. 1 × 7 ഈസ് ഈക്വൽ ടു 7. 7. ഓർത്തുള്ള 1 × 7 7 തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. 2 × 7 14. 40. 40 എന്നാണ്. 40 എഴുതി വെച്ച് ആരും തെറ്റുത്തരം മേടിക്കരുത്. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. 3 × 7 ഈസ് ഈക്വൽ ടു 21. 21. അടുത്തത് 4 × 7 ഈസ് ഈക്വൽ ടു 28. 28. അതാണ് ആൻസർ. 28 ആണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിക്കുക. ഏത് ഉറക്കത്തിൽ വന്ന് ചോദിച്ചാൽ പറയുന്ന വിധത്തിൽ പഠിക്കണം നിങ്ങൾ. 4 × 7 ഈസ് ഈക്വൽ ടു 28. അതിപ്പോൾ നമ്മൾ പറഞ്ഞു. 5 × 7 ഈസ് ഈക്വൽ ടു 35. 35. 35 ആണ് ആൻസർ വരിക. എല്ലാവരും അത് പഠിക്കണം. 6 × 7 ഈസ് ഈക്വൽ ടു 42. 42. 42. ഇനി മറക്കുവോ? പെട്ടെന്ന് മനസ്സിലാവുന്നവരെ അവരുടെ മൈൻഡിൽ തന്നെ വെച്ചോളുക. ബാക്കിയുള്ളവർ പഠിക്കുക. വെറുതെ മനപ്പാടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്പർ മനപ്പാടാക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ ലെറ്റേഴ്സ് മനപ്പാടാക്കണം. അതായത് 5 × 8 ആണോ 6 × 8 ആണോ എന്നൊക്കെ നോക്കണം. അല്ലാതെ നമ്പർ മാത്രം മനപ്പാടാക്കിയിട്ട് 7 × 7 എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ 42 നമ്മൾ പറഞ്ഞു 42. 7 × 7 ഈസ് ഈക്വൽ ടു 49. 49. അപ്പോൾ അതായി. നിങ്ങൾ പെട്ടെന്ന് എഴുതുക. കാരണം നമ്മളിപ്പോൾ കഴിയാനായി. 8 9 10. ഇനി 3 എണ്ണം ഉള്ളൂ. അപ്പോൾ നമ്മൾ 8 ഇപ്പോൾ തുടങ്ങുക. 8 × 7 ഈസ് ഈക്വൽ ടു 56. ഞാനിത് കഴിയുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾ പതിയെ എഴുതിയാൽ മതി. 8 × 7 ഈസ് ഈക്വൽ ടു 56. 56. 9 × 7 ഈസ് ഈക്വൽ ടു 63. 9 × 7 ഈസ് ഈക്വൽ ടു 63. 63. അപ്പോൾ നിങ്ങളത് പഠിക്കണം. അപ്പോൾ ഞാൻ
കഴിയുമ്പോൾ അടുത്ത ഏതാ ആക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. 9 into 7 is equal to 63. 63. അത് മറക്കരുത്. 10 into 7 is equal to 70. 70. ഞാൻ നേരത്തെ പറഞ്ഞു 14. ഞാൻ അറിയാണ്ട് 40 എന്ന് പറഞ്ഞപ്പോൾ 14 എന്നാണ് 14 എഴുതി വെച്ച് മണ്ടത്തരാക്കരുതെന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇതും ആരും മണ്ടത്തരൊന്നും ആക്കാൻ പാടില്ല. ഇത് കറക്റ്റായി പഠിച്ചു പോവുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ൻ്റെ ആണ്, 6ൻ്റെ ആണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കണത് 6ൻ്റെ ആകുമ്പോൾ നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. 7നെക്കാട്ടും ചിലവർക്കൊക്കെ പാടായിരിക്കും, ചിലവർക്കൊക്കെ സിമ്പിളായിരിക്കും. എന്നാലും ക്ലാസ് കേൾക്കുക. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താക്കണം? പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെയൊക്കെ ബിസിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? ഫോൺ എടുത്തിട്ട് ക്ലാസ് വന്നിരുന്ന് കേൾക്കാം. അന്നേരം നിങ്ങളത് ഒന്നേ നോട്ടിൽ എഴുതുകയോ മനപ്പാടാക്കുകയോ വേണം. മനപ്പാടമാക്കുകയോ നോട്ടിൽ എഴുതുകയോ വേണം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മറന്നുപോയാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് 6 ആണ്. 6 എല്ലാവരും ഓർത്തോ? 6.